ഇന്നത്തെ ടോപ്പിക്ക് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ്. 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. അതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ 3 പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്? ഉത്തരം USSR. USSRൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത്? ഉത്തരം ജോസഫ് സ്റ്റാലിൻ. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. 1-ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന്? ഉത്തരം 1951 ഏപ്രിൽ 1. 1-ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരിക്കുന്ന മേഖലകളാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ഏതൊക്കെയാണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1-ാം പഞ്ചവത്സര പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി? ഉത്തരം KN രാജ്. KN രാജാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി? ഉത്തരം KN രാജ്. KN രാജാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത്? ഉത്തരം 1952 ഒക്ടോബർ 2. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC സ്ഥാപിതമായത്? ഉത്തരം 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി രൂപീകരിച്ച വർഷം? ഉത്തരം 1955. ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം? ഉത്തരം 1952. 1-ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്? ഉത്തരം 2.1%. 1-ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. കൈവരിച്ചത് 3.6%. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി? ഉത്തരം 1-ാം പഞ്ചവത്സര പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ? ഉത്തരം ബഗ്ര നങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ഏതൊക്കെയാണ്? ബഗ്ര നങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. 2-ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയാണ് 2-ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായികവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് 2-ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത്? 2-ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥ? ഉത്തരം മിശ്ര സമ്പദ് വ്യവസ്ഥ. 2-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി? ഉത്തരം 2-ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദേശീയപാതാ നിയമം നിലവിൽ വന്നത്? ദേശീയപാതാ നിയമം നിലവിൽ വന്നത് 1956. 1956. 2-ാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം? 1956.
രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം 1956. രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നതാണ് രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ. ഉത്തരം ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. ഏതൊക്കെയാണ്? ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. രണ്ടാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. ഉത്തരം 4.5%. രണ്ടാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%. കൈവരിച്ചത് 4.3%. ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ഉത്തരം സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. ഉത്തരം 5.6. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6. കൈവരിച്ച വളർച്ചാ നിരക്ക് 2.8%. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഉത്തരം ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന പ്രവർത്തനം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടക്കം കുറിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഉത്തരം 1969. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി.